വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ വാപ്പ അബ്ദുൾ റഹീം മരിച്ചവരെ ഖബറടക്കിയ പാങ്ങോട് താഴെപ്പള്ളിയിലെത്തി തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് അവിടെ നിന്നും. ടിൻഡു, ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്തൊരു തിരിച്ചുവരവായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ തിരിച്ചുവരവെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടു. മൂത്ത മകൻ എല്ലാവരെയും കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം കേട്ടത്. മാത്രവുമല്ല, അദ്ദേഹം എത്തിയ ഉടൻ തന്നെ ഭാര്യയെ ചെന്ന് കണ്ടിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഖബറടക്കിയ ഇടങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ പ്രാർത്ഥനകളുണ്ട്. അദ്ദേഹം അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. വരുമ്പോൾ അദ്ദേഹം അറിയുന്ന വിവരം ഇത് തന്നെയാണ്. തൻ്റെ മൂത്ത മകൻ അഫാൻ തൻ്റെ സഹോദരനെയും ഭാര്യയെയും ഇളയ മകനെയും ഉപ്പയെയും കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് അദ്ദേഹം കേൾക്കുന്നത്. ഇളയ മകൻ അഫ്സാൻ്റെയും അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരൻ്റെയും ഖബറിലേക്ക് എത്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. ടിൻഡു ദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻഡു, അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ മതപരമായ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ അദ്ദേഹം ഖബറിടങ്ങൾ സന്ദർശിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ദേവിക, അല്പസമയം മുമ്പാണ് കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റവരെ ഖബറടക്കിയിരിക്കുന്നിടത്ത് എത്തിയത്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് അദ്ദേഹം ഖബറിൻ്റെ മുന്നിൽ നിന്നും കരയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അബ്ദുൾ റഹീം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ട്രാവൽ ബാനിൽ കുടുങ്ങിക്കിടന്ന അബ്ദുൾ റഹീം ഇന്ന് രാവിലെ 7:45 കൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അവിടെ നിന്നും നേരെ വന്നത് തൻ്റെ ഭാര്യ ഷെമിയുടെ അടുത്തേക്കാണ്. ഷെമിയുടെ അടുത്ത് നിർത്തിയതിന് ശേഷം ഈ ഉമ്മ മരിച്ച കുടുംബ വീട്ടിലേക്ക് എത്തി. കുടുംബ വീട്ടിൽ നിന്നും കുടുംബ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി. ആ പള്ളിയിലേക്ക് എത്തി ഖബറിലെത്തി അവരെ ഉറ്റവരെ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷെ അദ്ദേഹം നാട്ടിലെത്തുന്നത്. അപ്പോൾ ഉറ്റവരെ മൃതദേഹം പോലും കാണാൻ സാധിച്ചിരുന്നില്ല. ഖബറിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം പള്ളിയിൽ കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കും. കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ പ്രത്യേക സമൂഹ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഷെമിയെ പോയി കാണുന്ന സമയത്തും കട്ടിലിൽ നിന്നും തലയിടിച്ച് താഴത്തേക്ക് വീണതെന്നാണ് ഷെമി ഇത്തരത്തിൽ അബ്ദുൾ റഹീമിനോട് പറഞ്ഞിട്ടുള്ളത്. കട്ടിലിൽ നിന്നും തലയിടിച്ച് വീണാണ് ഈ മുറിവ് സംഭവിച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഘട്ടങ്ങളിൽ പോലും അഫാനെതിരെ സംസാരിച്ചിട്ടില്ല. ഇളയ കുട്ടിയാണ് കൂടുതൽ സമയം ചോദിക്കുന്നത്. ഇളയ കുട്ടിയെ കൊണ്ടുവരണം, കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുട്ടി പരീക്ഷയ്ക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുവിൻ്റെ വീട്ടിലാണ് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഷെമിയോട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഷെമിയുടെ മൊഴി എടുക്കാൻ സാധിക്കില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ വന്ന് മൊഴിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഷെമി ഈ വിവരങ്ങളൊന്നും, അതായത് ഈ ഇളയ കുട്ടിയും അതോടൊപ്പം തന്നെ ബന്ധുക്കളും മരിച്ച വിവരങ്ങളൊന്നും ഷെമി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഷെമിയുടെ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അബ്ദുൾ റഹീമിൻ്റെ മൊഴിയെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അബ്ദുൾ റഹീം ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കും. ശരി, അഫാൻ്റെ വാപ്പ പള്ളിയിലെത്തി ഖബറിടങ്ങൾ സന്ദർശിക്കുകയാണ്. അദ്ദേഹം അതിവൈകാരികമായി തന്നെയാണ് ഖബറിടങ്ങളിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 8 വർഷത്തോളം കാലം അദ്ദേഹം അവിടെ തന്നെയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊരു യാത്രാ വിലക്കും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി അതെല്ലാം പരിഹരിച്ചാണ് അദ്ദേഹം ഇന്ന് രാവിലെ 7:40 തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം അദ്ദേഹം ഭാര്യ ഷെമിയെ സ്വകാര്യ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. ശേഷമാണ് ബന്ധുക്കളുടെയും തൻ്റെ മകൻ്റെയും ഖബറിടം സന്ദർശിക്കാനായി അദ്ദേഹം പള്ളിയിലെത്തിയത്. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.